നമ്മളോടൊപ്പം വന്ന പിള്ളന്മാരെയൊന്നും കാണുന്നില്ല. ഓലെ ഫോട്ടോ എടുക്കലോ എടുക്കലാന്ന് തോന്നുന്നു. എവിടെയാ തെരഞ്ഞു പിടിക്കേണ്ടി വരും തോന്നുന്നു. കുത്തബ് മിനാറിൻ്റെ ഉള്ളിൽ കയറി. ഇനി കുത്തബ് മിനാറിനെ കുറിച്ച് ഞാൻ വിവരിച്ചില്ല. അല്ല, കുത്തബ് മിനാർ ഒരു നമുക്ക് എന്താ രസം. ഇതെന്ത് ഇങ്ങനെ കുറേ ആലോചിച്ച് നിന്നു ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നില്ല. ഇതൊന്നും ഒരു കാലത്ത് ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഒരിക്കലും സംഭവിക്കുമോ എന്നുള്ളതാണ് നമുക്ക്. ഇങ്ങനത്തെ ശില്പികളോ ഇനി ശില്പങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല കേട്ടോ. അതെന്തെന്നാ നോക്കി, ഇതൊന്നും എത്ര അമ്മമാർ ഹൈറ്റ് ചെയ്ത് കാണുന്ന പോലെയൊന്നുമില്ല. ഒരു 10-30 നില കെട്ടിടോ, 30 ഉണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഏതാ വർക്കുകൾ എന്നാ കല്ല് കൊണ്ട് ഉണ്ടാക്കി എന്നാന്നൊന്നും അറിയില്ല. ഇതിനി ചെരിഞ്ഞിട്ടുണ്ടോ അന്നും അതും ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്നാ പറയുക, ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്ത്യൻ്റെ ഒരു പ്രധാന തലയെടുപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. ഇത് താജ്മഹൽ, റെഡ് ഫോർട്ട്, ഇതെല്ലാം വന്ന് കാണേണ്ട സംഭവം തന്നെയാണ്. കാരണം വെറുതെ തള്ളുന്നതല്ല, അത്രയും രസമുണ്ട്. അത്രയും ഒരു എന്താ പറയുക, ഒരു കൗതുകം, അത്ഭുതം തോന്നും നമുക്ക്. ഇതിങ്ങനെ ഇവർ ഉണ്ടാക്കിയെന്നുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ ഡോറുണ്ട് കേട്ടോ. ഇവിടെ ഡോർ പൂട്ടിക്കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മേലെ കയറാൻ പറ്റുമോ? ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ആൾ വാർത്തൊക്കെ പണ്ട് ഒന്നും ഇത് എന്തിനാണ് ഉണ്ടാക്കിയത് ഒന്നും അറിയില്ലേ. നല്ല അടിപൊളി എന്താ പറയുക. ഇതിൻ്റെ ചുറ്റും ഇതിൻ്റെ മേലൊന്നും കാണുന്നതന്നെ. അതിൻ്റെ തൊട്ടപ്പുറത്തിതാ വേറെ കരകൗശല വിദ്യകൾ വേറെ ഉണ്ട്. പാവം മേലേക്ക് നോക്കുന്നു. ഞാനും അതുപോലെ തന്നെ നോക്കി കേട്ടോ. ഇത് ചെരിഞ്ഞിക്കാറേ, ഇത് ചെരിഞ്ഞിക്കോന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇതിനെക്കുറിച്ചൊരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ചൊരു അന്വേഷണമാണെന്ന് ഞാൻ പറയുന്നത്. ഇത് ചെറുതായിട്ട് ചെരിഞ്ഞ പോലെ ഉണ്ട്. ഇനിയിപ്പോൾ എൻ്റെ പേരിൽ കേസ് വരുമോ? ഇല്ല കേട്ടോ, ചെരിഞ്ഞിക്കൊന്നുമില്ല, അടിപൊളി തന്നെ. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു വ്യൂ ആണിത്. ഇതിങ്ങനെ വന്ന മേലെ ഫുള്ള് ഇങ്ങനത്തെ ഇത് മറ്റേ താജ്മഹലിൻ്റെ ഉള്ളിലുള്ള പോലത്തെ ഒരു സാധനം കേട്ടോ. ഇതന്നെ അതിൻ്റെ ബേക്ക് വശമാണ് കുത്തബ് മിനാറിൻ്റെ പുറത്തുള്ള വലതുവശത്തുള്ള. നമ്മളെ ടീംസ് അങ്ങനെ നടന്നു വരുന്നുണ്ട്. ഓലെ കണ്ടുമുട്ടി ഓലെ എന്തെങ്കിലും ആക്കട്ടെ, ഫോട്ടോ എടുത്തിട്ടുണ്ടാവും. ഇത് കിടിലം വ്യൂകൾ, പ്രാവുകളെ വീടുകൾ. ഇത് ഖബർസ്ഥാനൊന്നല്ല കേട്ടോ, ഇത് വരെ ഡിസൈനാണെന്ന് തോന്നുന്നത്. മതിലിൻ്റെ ഡിസൈനാണ് ഇത്. ഞാൻ വെച്ച് ഖബർസ്ഥാനാണ്. ഇത് താഴെയുള്ള ഖബർസ്ഥാനാണ് തോന്നുന്നു കേട്ടോ. ഒരു താജ്മഹലിൻ്റെ രൂപമുള്ള ഒരു സാധനം ഇത്. ഇതെല്ലാം കൂടി നോക്കുമ്പം ഇതൊരു നല്ല വ്യൂ ആണ്. ഇത് ഖബർസ്ഥാനാണ് കേട്ടോ. ഇതേതോ ഒരു മാർബിളെല്ലാം വെച്ചിട്ടുള്ള വലിയ ഏതോ ഒരു പണ്ഡിതൻ്റെയോ രാജാവിൻ്റെയോ ഖബർസ്ഥാനം.